ഇതിനിടെ മൃഗശാലയിൽ ഇവൾ സൂക്ഷിപ്പുകാരൻ്റെ താസ്തിയിലേക്ക് ഇന്റർവ്യൂക്ക് മാത്രം വന്നിരിക്കുകയാണ്. പക്ഷേ മൃഗശാലയുടെ ഡയറക്ടർ അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവളെ നേരിട്ട് പ്രമോട്ട് ചെയ്ത് അയാൾ വേഗം അവിടുന്ന് പോയി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾ പ്രതികരിക്കുന്നതിന് മുമ്പ് പെട്ടെന്നൊരു കൂട്ടം ആളുകൾ ഓടിയെത്തി കടുവയുടെ ഉത്തരവാദിത്വം അവളോട് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. മൃഗശാലയിൽ വെച്ച് ഒരാൾ കൊല്ലപ്പെട്ടെന്ന് തലേന്ന് രാത്രി ഇരയെ കടുവയുടെ കൂടിനടുത്ത് കണ്ടെത്തിയെന്ന് ഹ്യൂമർ പ്രചരിച്ചു തുടങ്ങി. ആ വ്യക്തിയെ കൊന്നത് കടുവയാണെന്ന് നിസ്സഹായായ അവൾ വേറെ വഴിയിലായിരുന്നു. പക്ഷേ പോലീസിനോടൊപ്പം കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ പോയി എന്താണ് സംഭവിക്കുകയെന്ന് കാണാനെത്തുമ്പോൾ അവളെ അത്ഭുതപ്പെടുത്തി കടുവ പറയുന്നത് അവൾ കേട്ടു. ഒരു അറയിൽ പൂട്ടിയിരിക്കുകയായിരുന്നെന്നും ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് മരണത്തിൻ്റെ വക്കീൽ. അത് കേട്ടപ്പോൾ അവളൊന്ന് ഞെട്ടി. അവൾ ഒരിക്കലും അത് സങ്കല്പിച്ചിരുന്നതേയില്ല. അണ്ണാൻ ചിന്തകൾ കേൾക്കാൻ കഴിയുന്നതിനു പുറമെ തനിക്ക് കടുവകളുടെ ചിന്തകളും കേൾക്കാൻ കഴിയുമെന്ന്. ഇതിനർത്ഥം തനിക്ക് എല്ലാ മൃഗങ്ങളുടെ ശബ്ദം കേൾക്കാൻ കഴിയും. കഴിഞ്ഞ രാത്രിയിൽ ഒരണ്ണൻ ജനാലയിൽ കയറി അവളോട് പറഞ്ഞു ഒരു സീരിയൽ കില്ലർ അവളെ കൊല്ലാനായി താഴെ വരുന്നുണ്ടെന്ന്. ആദ്യം പെൺകുട്ടി കരുതിയത് തനിക്ക് പ്രാന്താണെന്ന്. പക്ഷേ അടുത്ത സെക്കൻഡിൽ വാർത്തയിൽ ഒരു സീരിയൽ കില്ലർ എല്ലായിടത്തും ഒറ്റപ്പെട്ട സ്ത്രീകളെ വേട്ടയാടുണ്ടെന്ന്. പേടിച്ചവൾ വളർത്തു ചേട്ടനെ വിളിച്ചു. എന്നാൽ ചേട്ടൻ കരുതി അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് വിളിക്കുന്നതെന്ന് കരുതി കോള് കട്ടാക്കി. വേറെ വഴിയില്ലാത്തതിനാൽ അവൾ അവളുടെ സ്വന്തം ചേട്ടനെ വിളിച്ചു. വിളിച്ചതും ഉടനെ അവളുടെ സ്വന്തം ചേട്ടനെത്തി, അതും ഭക്ഷണമായി. അവളെ സംരക്ഷിക്കാൻ അവളുടെ അരികിൽ നിന്നു. അധികം താമസിക്കാതെ ആ കൊച്ചണ്ണൻ വീണ്ടും എത്തി സീരിയൽ കില്ലർ മുകളിലേക്ക് പോവുകയാണെന്ന് ഉടനെ ചേട്ടനോട് പറഞ്ഞു. അപ്പോഴേക്ക് സീരിയൽ കില്ലർ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയപ്പോൾ പെട്ടെന്ന് കുറ്റവാളിയെ വിജയകരമായി ചേട്ടൻ കീഴടക്കി.